അങ്ങനെയിരിക്കെ ഈ മൂന്ന് പേരും അവരുടെ സുഹൃത്തുക്കളും തൊട്ടടുത്ത തിയേറ്ററിൽ സിനിമ കാണാനെത്തുന്നുണ്ട്. ഇതേ സിനിമ കാണാൻ ഗുസ്തിക്കാരനായ മാണിയുടെ മകൻ ചെറിയാൻ കാറിൽ ഡ്രൈവറോടൊപ്പം എത്തുന്നുണ്ട്. ഈ ചെറിയാൻ സാവിയെയും വെട്രിയെയും തോമസിനെയും തന്റെ എതിരാളികളായിട്ടാണ് കാണുന്നത്. താൻ വന്ന കാറിൽ തൊട്ടു എന്ന് പറഞ്ഞ് ഡ്രൈവറിനെ കൊണ്ട് ഈ മൂന്ന് പേരെയും കൈകാര്യം ചെയ്യുകയാണ്. ഇതിനെ തുടർന്ന് വാൾട്ടറിന്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് മൂന്ന് പേരും വാൾട്ടർ പഠിപ്പിച്ചു കൊടുത്ത അടവ് ഉപയോഗിച്ച് ഈ ഡ്രൈവറെ നേരിടുന്നു. ഇത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു മാലപ്പടക്കമെടുത്ത് കാറിന്റെ അകത്തിട്ട് പൊട്ടിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം വലിയൊരു പ്രശ്നമാവുകയും തോമസിന്റെ അമ്മ തോമസിനെയും കൊണ്ട് ദൂരേക്ക് സ്ഥലം മാറി പോവുകയും ചെയ്യുന്നു. പക്ഷേ അവർ പോകുന്നതിന് മുമ്പ് വെട്രിയെയും സാവിയെയും വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്നു. അമ്മയോടൊപ്പം കൊച്ചിയിൽ നിന്ന് മാറി താമസിച്ച തോമസ് തിരിച്ചെത്തുകയാണ്. കൊച്ചിയിൽ തിരിച്ചെത്തിയ തോമസ് ഒരു ഹോട്ടലിൽ വെച്ച് ഫൽഗു ആശാനെ കണ്ടുമുട്ടുന്നു. ഈ ഫൽഗു ആശാനാണ് തോമസും അമ്മയും കൊച്ചിയിൽ നിന്ന് പോയതിനു ശേഷം സാവിയെയും വെട്രിയെയും നോക്കിയത്. അവർ എവിടെയെന്ന് തോമസ് ഫൽഗു ആശാന്റെ അടുത്ത് അന്വേഷിക്കുന്നു. സാവിയോ ഒരു ബോട്ട് സർവീസ് നടത്തുന്നുവെന്ന് പറയുന്നു. വെട്രിയാണെങ്കിൽ ചെറിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ്. നീ സാവിയെയോ ചെന്ന് കാണാൻ പറയുന്നു. അങ്ങനെ തോമസ് സാവിയെയോ കാണാൻ പോകുന്നു. ബോട്ട് സർവീസ് നടത്തുന്ന സാവിയോയെ തോമസ് ഫോളോ ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ സാവിയോ തോമസിനെ പിടിക്കുന്നു. നീ ആരാടാ എന്നെ ഫോളോ ചെയ്യാൻ പറയടാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തോമസ് പറയുകയാണ്, വാൾട്ടറിന്റെ പിള്ളേരെ തൊടാറായോടാ എന്ന്. ഇത് കേൾക്കുന്ന സാവിയോയ്ക്ക് മനസ്സിലാകുന്നു ഇത് തോമസ് ആണെന്ന്. അവർ പരസ്പരം സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിക്കുകയും തോമസിനെ തൻ്റെ മകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. കൂടെയുള്ളത് സാവിയുടെ മകളല്ല കേട്ടോ, അത് വെട്രിയുടെ മകളാണ്. വെട്രി ജയിലിൽ പോയതിന് ശേഷമാണ് വെട്രിയുടെ ഭാര്യ പ്രസവിക്കുന്നതും പ്രസവത്തിൽ ഭാര്യ മരിച്ചും പോകുന്നു. വെട്രിയുടെ മകളെ സേവിയോ സ്വന്തം മകളെ പോലെയാണ് വളർത്തുന്നത്. അവൾക്കും സേവിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ പോലെ തന്നെയാണ്.